നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തു നിന്നൊരു വിഷയമായിരുന്നു അന്ന്. ഞാനൊന്ന് രാത്രി 3:30 അലാറം വെച്ചിട്ട് ലൈവ് കാണുകയാണ് ചെയ്തത്. ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമാണത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്ററിൻ്റെ മുകളിലാണ്, 350 കിലോമീറ്റർ മുതൽ 432 ആ ഒരു ദൂരത്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത്. ദൂരത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭ്രമണപഥമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേരിയേഷൻസ് ഉണ്ടാവും. ഒരു മാസം ഉള്ള ദൂരമായിരിക്കില്ല അടുത്ത മാസം ഉണ്ടാവുക. ആ ഒരു സ്പേസ് സെൻറ്റർ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന പഥം എന്ന് പറയുന്നത് ദീർഘവൃത്താകൃതിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടും. അതുകൊണ്ടാണ് ഏകദേശം 350-നും 432 കിലോമീറ്ററിൻ്റെ മേലെയാണത് വരുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ, അതായത് ഭൂമിയിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ബലത്തിന് സ്വാധീനമില്ലാത്ത സ്ഥലത്തെത്തി. അതായത് ഭൂമിയുടെ 100 കിലോമീറ്റർ മേലെ സ്പേസ് എന്ന് പറയും, ശൂന്യാകാശം. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യാകാശമാണ്. ഈ ശൂന്യാകാശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ കടക്കുന്ന ഏതൊരു സാധനത്തിനെയും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം വലിച്ച് താഴോട്ടേക്കിടും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നമ്മളിൽ പ്രയോഗിക്കുന്നതാണ് നമുക്ക് ഭാരമായിട്ട് അനുഭവപ്പെടുന്നത്. ഈ സ്പേസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭൂമിയുടെ ആകർഷണ ബലത്തിന് അവിടെ യാതൊരു സ്വാധീനവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭാരമില്ല. ഭൂമിയിൽ നമുക്ക് മേലെ നോക്കാം. മേലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല മേലെ പൊന്തിക്കുന്ന ദിശ, നമ്മൾ കാല് ചുവടെയാണുള്ളത്. ഈ ദിശ താഴെ, അതായത് താഴെ എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശയാണ്. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശയാണ് താഴെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലങ്ങളിൽ താഴെയില്ല, മേലെയുമില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ വേറൊരു റോക്കറ്റ് വെച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അടിച്ചു കയറ്റണം. ബാക്കി കയറിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലായി ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് വിധേയമായിട്ട് വന്നുകൊണ്ടിരിക്കും. 11.2 കിലോമീറ്റർ വേഗത്തിൽ സെക്കൻഡിൽ ഒരു സാധനത്തിന് നിങ്ങൾ തള്ളിവിട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണത്തിന് ഭേദിച്ച് പുറത്ത് കടക്കാൻ പറ്റും. ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പീഡിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കല്ല് മേലെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കുറേ ഉയരത്തിൽ പോയിട്ട് അത് താഴോട്ടേക്ക് വരും. ഈ കല്ല് 11.2 കിലോമീറ്റർ വേഗതയിൽ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ എറിയുകയാണെങ്കിൽ ഈ കല്ല് അന്തരീക്ഷം കടന്നിട്ട് സ്പേസിലേക്ക് പോകും. പ്രകാശത്തിൻ്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രകാശം ഭൂമിയിൽ എത്തണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? സൂര്യനിൽ നിന്ന് ഒരു ലൈറ്റ് ഭൂമിയിലേക്ക് എത്തണ്ടെങ്കിൽ, ഒരു പ്രകാശം എത്തണ്ടെങ്കിൽ 8 മിനിറ്റും 4 സെക്കൻഡും ആവശ്യമാണ്. അതായത് 8 മിനിറ്റും 4 സെക്കൻഡും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രകാശകിരണം എത്താൻ ആവശ്യമുണ്ട്. ഈ പ്രകാശം എത്ര വേഗത്തിലാണോ സഞ്ചരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ഈ പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റും. അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഈ വേഗത എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സ്പീഡ് ലിമിറ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും ചലിക്കാനാവില്ല. പ്രപഞ്ചത്തിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രവേഗമാണത്. നമുക്ക് എന്ത് കാണാൻ വേണ്ടി പ്രകാശം ആവശ്യമാണ്? നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം പ്രതിഫലിച്ച് എൻ്റെ കണ്ണിലെത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ ദൂരം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സൂര്യനൊക്കെ വളരെ കോടാനുകോടി കിലോമീറ്ററുകൾ അപ്പുറമാണ്. നമ്മളിപ്പം കാണുന്ന സൂര്യൻ യഥാർത്ഥത്തിൽ 8 മിനിറ്റും 4 സെക്കൻഡും മുമ്പേയുള്ള സൂര്യനാണ്. സൂര്യൻ ഇപ്പം നശിച്ചു പോയി എന്ന് വിചാരിക്കാം, പെട്ടെന്ന് നശിച്ചു പോയി എന്ന് വിചാരിക്കാം. എന്നാൽ നമ്മൾ 8 മിനിറ്റും 4 സെക്കൻഡ് സൂര്യനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൂരം കൂടുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ, അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കാനാവില്ല. അവിടെ കൃത്യമായിട്ടുള്ള സ്പേസ് ഷൂട്ടൊക്കെ ഇട്ട് മാത്രമേ നമ്മുടെ മർദ്ദമൊക്കെ ശരിയാക്കണം. ഒരു ബലൂണിനെ നമ്മൾ മേലോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ ബലൂൺ കുറേ നേരത്തേക്ക് പൊന്തി ഒരു പരിധി വരുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെതറിപ്പോവും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ബലൂണിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൻ്റെ ഡെൻസിറ്റി കുറവാണ്, മർദ്ദം കുറവാണ്. മർദ്ദം കുറയുന്നതനുസരിച്ച് അത് വായുവിലേക്ക് പൊന്തി വരും. കാരണം താഴെയുള്ള മർദ്ദം കൂടിയ സ്ഥലമാണ്. അത് മേലോട്ടേക്ക് പോകുന്നതനുസരിച്ച് ബലൂണിനുള്ളിലുള്ള മർദ്ദം കൂടുതൽ പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ബലൂൺ പൊട്ടും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലെ മർദ്ദം ശൂന്യാകാശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പുറത്തുനിന്നുള്ളൊരു മർദ്ദമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കാനുള്ള സൂട്ടുകളൊക്കെ ധരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഒരു പക്ഷേ അവിടെ ചെതറിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ റേഡിയേഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, ഈ റേഡിയേഷൻ വളരെ ഹാനികരമാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ വരുത്താൻ അത് സഹായിക്കും. അതായത് അയണൈസിങ് റേഡിയേഷനാണ്. സൂര്യനിൽ നിന്ന് ഒരുപാട് റേഡിയേഷൻ വരുന്നുണ്ട്. അതിൽ അയണൈസിങ് റേഡിയേഷൻ ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻ ഉണ്ട്. ഗാമ റൈസ്, എക്സ്റേ റൈസ്, അതുപോലെയുള്ള കോസ്മിക് റൈസ് എല്ലാം
നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ DNA തകരാറാക്കിയിട്ട് ക്യാൻസർ പോലെയുള്ള കോശങ്ങളുടെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് തകരാറുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കോസ്മിക് റേസുകളെ ബഹിരാകാശത്ത് നിന്ന് വരുന്ന മറ്റ് പ്രപഞ്ചത്തിൽ നിന്ന് മറ്റ് കോണുകളിൽ നിന്ന് വരുന്ന കിരണങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സംവിധാനത്തിൽ നമ്മളവിടെ നിൽക്കണം. നമ്മൾ ഭൂമിയിൽ നമുക്ക് ഓസോൺ ലെയർ ഉണ്ട്. ഓസോൺ ലെയർ ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് നമുക്ക് പരമാവധി ഹാനികരമായിരിക്കുന്ന വികിരണങ്ങളെ അയണൈസ് ചെയ്യാൻ സാധ്യതയുള്ള നമുക്ക് ഹാനികരമായ കിരണങ്ങളെ അയോണോസ്ഫിയർ എന്ന് പറയുന്ന ആ ഭാഗത്തിലൂടെ ഓസോൺ ലെയറിലൂടെ അത് ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിൽക്കുന്നത് പോലെയല്ല സ്പേസിൽ നിൽക്കുന്നത്. ഒരുപാട് അപകട സാധ്യതയുണ്ട്. പിന്നെ നമുക്കവിടെ ഭാരമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ അടക്കം എല്ലാം വലിയ പ്രശ്നത്തിലാവും. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിൽക്കുമ്പോഴാണ് ഹൃദയ മർദ്ദം ചെലുത്തിക്കൊണ്ട് രക്തമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്നിട്ട് മേലോട്ടൊന്ന് ചാടി ഇവിടെ തൊടാൻ വേണ്ടി നമുക്ക് ഒരുപാട് കലോറി ആവശ്യമാണ്. എങ്ങനെ ഊർജ്ജം ചിലവാക്കണം. പക്ഷേ ഈ സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്ത് നമ്മൾ വേറെ ഒരു തൂവൽ പോകുന്ന പോലെ അങ്ങോട്ട് പോയിക്കോളും. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലായതുകൊണ്ട് തന്നെ ശരീരഘടന അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഹൃദയം വെറുതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയങ്ങളിലൊന്നും തന്നെ ബഹിരാകാശ യാത്രികർ സ്പേസിൽ നിൽക്കാൻ പാടില്ല. നിൽക്കുന്നുണ്ടെ തന്നെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനം പ്രഷറൊക്കെ ക്രമീകരിച്ച ഉള്ളിലുള്ള സംവിധാനങ്ങളിൽ മാത്രമേ നിൽക്കാനാവും. ഭൂമിയിലെ മർദ്ദത്തിൻ്റെ വ്യത്യാസം അവിടെയുണ്ട്. അതുപോലെ ഭാരം അവിടെ തീരെ ഇല്ലല്ലോ. നമ്മുടെ ശരീരത്തിന് മസിലൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ബഹിരാകാശ സഞ്ചാരികൾ വ്യായാമം ചെയ്യണം. 2 മണിക്കൂറിന് മേലെ ട്രെഡ്മില്ലൊക്കെ വർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ്. നമ്മൾ വിചാരിക്കും സ്പേസിൽ ഇരുന്നിട്ട് നല്ല സുഖമാണ്, ആ ഭൂമി വരുന്നു, കാണുന്നു, പോകുന്നു. ഒരു ദിവസം തന്നെ 20-നടുത്ത് സമയം സൂര്യ ഉദയം അസ്തമയം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഭൂമിയിലെ ഒരു ദിവസം 24 മണിക്കൂറാണ്. അന്താരാഷ്ട്ര സ്പേസ് സെൻറ്റർ ഭൂമിയെ ചുറ്റുന്നത് വളരെ വേഗത്തിലാണ്. അത് 1 മണിക്കൂറും 30 മിനിറ്റ് കൊണ്ട് ഏകദേശം ഭൂമിയെ ചുറ്റിക്കഴിയും. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ തന്നെ നമുക്ക് രാവും പകലും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ 1.5 മണിക്കൂറിൻ്റെ ഇടവേളയിൽ പകലാവുന്നു, രാത്രിയാവുന്നു, പകലാവുന്നു, രാത്രിയാവുന്നു, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അവിടുന്ന് കാണുക. പിന്നെ നമ്മൾ അവിടുന്ന് ഭൂമിയിലേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ എവിടുന്ന വന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ മേലെയാണല്ലോ ഇതുള്ളത്. നമുക്ക് കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ പറ്റും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണത്. നമ്മൾ ഭൂമിയിൽ നിന്ന് മേലോട്ടേക്കല്ലേ പോയത്. ഇനി അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിലും മേലോട്ടേക്കാണ് വേണ്ടത്. അവിടുന്ന് റോക്കറ്റ് വെച്ച് അവിടെ അന്തരീക്ഷം എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിലേക്ക് റോക്കറ്റ് വെച്ചടിച്ച് ഭൂമിയുടെ ആകർഷണ ബലത്തിനുള്ളിലേക്ക് വീഴണം. എന്നിട്ട് ഭൂമിയുടെ ആകർഷണ ബലത്തിനെ പരമാവധി കുറച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ. അതിങ്ങനെ താഴെ വീഴുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് ജ്വലനം നടത്തിക്കൊണ്ട് അതിനെ സ്പീഡ് കുറച്ച് അവസാനം പാരച്യൂട്ട് സിസ്റ്റമൊക്കെ ഉപയോഗിച്ചിട്ട് കടലിലേക്കാണ് വരിക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് ബഹിരാകാശ വസ്തുക്കൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഉൽക്കകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷ ഉൽക്കകൾ ഇവിടെ എത്താതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു വസ്തു പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവായിട്ടുള്ള ഘർഷണം കൊണ്ട് ഇത് കത്തിയമരും. ഭൂമിയിൽ എത്തുന്നില്ല ഒരു സാധനം. പക്ഷേ ഈ ഒരു സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത് താപപ്രതിരോധ സംവിധാനം കൃത്യമായി ഉള്ളതാണ്. താപത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് കത്താതെ അതിൻ്റെ താപത്തിനെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം എത്തുന്നത്. ഇതിൽ വരുന്ന പാളിച്ചകൾ ആണ് ചൂട് കൂടിയിട്ട് മർദ്ദം കൂടിയിട്ടൊക്കെ ഈ കൽപ്പന ചൗളയൊക്കെ സഞ്ചരിച്ച വാഹനം പൊട്ടിത്തെറിച്ച പോലെ പൊട്ടിത്തെറിച്ച് വന്നത്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനാണ്. ഒരു പ്രധാന ചോദ്യം ബാക്കി കിടക്കും. ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം പോലെ എഴുതിയത് കാണാൻ പറ്റും. 400 കിലോമീറ്ററുള്ള ബോംബെയിലൊക്കെ നമ്മൾ ചെറിയ സമയം കൊണ്ട് ഒരു 12 മണിക്കൂറിലും പോയിട്ട് എന്താണ് ഇത്ര സമയം എടുത്തെന്ന് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇത് നേരെ വിട്ടിട്ട് ഭൂമി വഴി ചൊവ്വ എന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിയല്ല ഇത്. ഇത് വരുന്നതെന്ന് വെച്ചാൽ ഓരോ ഓർബിറ്റും മാറ്റിയിട്ട് അതിനെ കുറേ ചുറ്റി അതിനുശേഷം പിന്നെ ഓർബിറ്റ് ഡൗൺ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ഓർബിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. ചന്ദ്രയാൻ വിട്ട് ആദ്യ ഫസ്റ്റ് ഭ്രമണപഥം വെച്ച് അതിൻ്റെ മേലേക്ക് പോയി പിന്നെ അവിടെ കുറേ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ സുരക്ഷിതമായ സമയത്ത് ഓർബിറ്റ് ഉയർത്തി അങ്ങനെയാണ് പോകുന്നത്. അതേപോലെയുള്ള സ്റ്റെപ്പുകളാണ് ഇതിലും വരുന്നത്. 400 കിലോമീറ്ററാണ്. എന്തുകൊണ്ടാണ് ഇത്ര 17 മണിക്കൂർ എടുത്തെന്നൊക്കെ ഇവിടെ ചോദിക്കുന്നത് ചുക്കും ചുണ്ണാമ അറിയാത്തതുകൊണ്ടാണ്. ബഹിരാകാശ നിലയിൽ നിന്ന് താഴെ ചാടിക്കഴിഞ്ഞാൽ ഇങ്ങ് നേരെ എത്തൂലേ, പാരച്യൂട്ട് വെച്ചിട്ട് തുറന്നു കൊടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബഹിരാകാശം നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് എന്താ ചെയ്ത് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. അവിടെ താഴെയോ ഇല്ല മേലെയോ ഒരു ചുക്കുമില്ല. നിങ്ങളിങ്ങനെ തൂവൽ പോലെ അവിടെ പറന്ന് കളിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ഭൂമിയിൽ എത്തണ്ടെങ്കിൽ നിങ്ങളെ ശക്തമായിട്ട് ഒരു സാധനം പിടിച്ച് ചിക്നിച്ച് അടിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനുള്ളിലേക്ക് കയറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന കഥയല്ല അടുത്ത കഥ. വെയിറ്റ് പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. 0 ഗ്രാവിറ്റിയാണ് അവിടെ. ഓക്കെ.